പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ശക്തിയാൽ ഇന്ന് അങ്ങയുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നു. കർത്താവെ, കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഓടുന്ന മാതാപിതാക്കന്മാരെ, വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിൻ്റെ ഭാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അതിൻ്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ
കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശോയെ, അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ, മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങൾ, ഭാര്യാഭർത്താക്കന്മാരെ പിരിഞ്ഞ് താമസിക്കുന്നവരെ, അകന്ന് താമസിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് ലഭിക്കട്ടെ. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് അവർ മാനസികമായിട്ട് അകന്ന് പോകുന്നവർ, മക്കൾ ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് ഈശോയെ, അവർ തിരിച്ചു വരാൻ വേണ്ടി ഭർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു. ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻക്രീസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിൻ്റെ ദൈവവിളിയാണ്. ഈ ദൈവവിളി തന്നെ രണ്ട് തരമുണ്ട് ദൈവവിളിയെ. ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട്, അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദൈവവിളിയുണ്ട്. പിന്നെന്താണ്? പിതാവ് ആകർഷിക്കുന്ന ദൈവവിളിയുണ്ട്. ഇപ്പം കൃപാസനത്തിൽ ഈ ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഏൽപ്പിച്ച ദൈവവിളിയാണുള്ളത്. അതിന് മുമ്പ് അത് ആകർഷിച്ച ദൈവവിളിയായിരുന്നു. നമുക്ക് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം വരത്തില്ലേ? അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും. അതാണ് ആകർഷണ ദൈവവിളി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാർ അവർ സ്വന്തമായിട്ട് തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞ്, ഞാൻ 1200 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചതെന്ന്. അതെന്താണത്? അത് ആകർഷിച്ചതല്ല, അത് ഏൽപ്പിച്ച പോലെ ചെയ്യണതാണ്. ഇവിടെ ഈ ഉടമ്പടി പുതുക്കി വരുമ്പോൾ ആകർഷണ ദൈവവിളി ദൈവം ഏൽപ്പിച്ച ദൈവവിളിയായിട്ട് മാറി. ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പൊ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ഏൽപ്പിച്ചുള്ള പ്രശ്നം ഉള്ളത് അത് മഹത്വപ്പെടുത്തണമെങ്കിൽ അത് പൂർത്തിയാക്കണം. പൂർത്തിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷൻ പൂർത്തിയാക്കുക എന്നല്ല പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്ന് പറയണത്, ആസ് ഫാർ ആസ് യു ആർ ബീയിങ് ഹിയർ യു മസ്റ്റ് ഷോ ദ ഫിഡലിറ്റി. നീ എപ്പോഴാണ് തിരിച്ചു വിളിക്കപ്പെടുന്നത് അതുവരെ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്കാണ് അങ്ങനെ പറയണത്, പൂർത്തിയാക്കണം എന്ന് പറയണത്. അത് മനസ്സിലായില്ലേ? ആ പൂർത്തിയാക്കലിന് ഫിഡലിറ്റി ആയിട്ടാണ് ബന്ധം. നമ്മളൊരു ദൗത്യം വിശ്വസ്തതയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്രയും സമയം അത് പൂർത്തിയാണ്. നിങ്ങളത് കഠിനാധ്വാനത്തോടെ ചെയ്തു, പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത്. പിതാവേ, ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? 3 കണ്ടൻ്റുണ്ട്. ഒന്നെന്താണ്? അത് ഒരു ജോലി പൂർത്തിയായെന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്തത നമുക്കുണ്ടാകണം. രണ്ടാമത്തത് എന്താണ്? ആ വിശ്വസ്തതയാണ്. പക്ഷേ ആ ജോലി പകുതി ആയിട്ടുള്ളൂ, പക്ഷേ വിശ്വസ്തതയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയതുപോലെ തുല്യമാണ്. ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഈ മഹത്വം ഉണ്ടാക്കണത് എന്താണ്? വിശ്വസ്തതയാണ്. ഉടമ്പടിയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്, ഫിഡലിറ്റി, ഫെയ്ത്ത് അല്ല. ഇപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന് ഉടനെ ടീച്ചർ നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല അവിടെ പഠിപ്പിക്കണത്, ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ചു തല്ലി ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് ചില പിള്ളേർ ഇങ്ങനെ ടെസ്റ്റ് എടുത്ത് എക്സസൈസ് ബുക്ക് എടുത്ത് എത്ര ഗുഡ് എണ്ണി വെക്കത്തില്ല. എനിക്ക് 12 ഗുഡുണ്ട്, അപ്പോൾ മറ്റവൾ പറയും എനിക്ക് 17 ഗുഡെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഇപ്പോൾ നമ്മളൊരു ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറിനെ കാണത്തില്ല, അന്ന് ടീച്ചർ ആബ്സെൻ്റാണ്. അപ്പോൾ ഈ ക്ലാസ് മൊത്തം അന്ന് ആ കൊച്ച് ആബ്സെൻ്റായിട്ടിരിക്കും. ക്ലാസ്സിൽ ഉണ്ടാവും, പക്ഷേ ഷീസ് ആബ്സെൻറ്റ്. എന്താ കാര്യം? ഗുഡ് എഴുതി തരാനുള്ള ആ സിസ്റ്റർ, ആ ടീച്ചർ അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടി ഉണ്ട്, പക്ഷേ അവർ ആബ്സെൻറ്റ് മൈൻഡഡ് അങ്ങനെ ഇരിക്കും. ഇതിനകത്ത് വരുന്ന കാര്യം വെച്ചാൽ ആ ടീച്ചർ ഇല്ലെങ്കിലും ഗുഡ് കിട്ടിയില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് ഹബക്കൂക്ക് പറയണത്. ഹബക്കൂക്ക് 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ
മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിൽ, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. പിടിയാ, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല, ആ ഒരു നന്മ പ്രവൃത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും നിനക്ക് കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മ പ്രവൃത്തി പൂർത്തിയായി. അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി അറേഞ്ച് ചെയ്യണം ഈ രീതിയിൽ. അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയിൽ നിറഞ്ഞ ആസ്തി പദ്ധതി വളരണത്. ശിമിശയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാന്ത്വനാഭിഷേകം ദൈവശുശ്രൂഷ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ്, ഈശോയുടെ കൃപയും പരപിതാവിൻ്റെ സ്നേഹവും കൂടി വസിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ രക്ഷപ്പെടാൻ ഭൗതികമായാലും ആധ്യാത്മികമായാലും പരിശുദ്ധ കത്തോലിക്ക സഭ വഴി ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകുന്ന എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളും പ്രാമാണികമായ സത്യങ്ങളും അതിൻ്റെ അന്തസത്തകളും ആനുകാലികമായ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമാക്കാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ എന്നും എൻ്റെ ധ്യാനത്തിൻ്റെ വലിയൊരു കണ്ണീരിൻ്റെ വിഷയമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് അമ്മ ഈ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ തന്നത്. കാരണം നമ്മൾ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന്. ഇപ്പം 2 സമയങ്ങൾ സഭ, പരിശുദ്ധ അമ്മ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളാൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഇപ്പോഴും, നൗ. അടുത്തത് ആൻഡ് ദ ഹവർ ഓഫ് അവർ ഡെത്ത്, എയ്മേ, ഞങ്ങളുടെ മരണസമയത്ത്. ഒന്ന് വർത്തമാനത്തിലും, രണ്ടാമത്തത് ഭാവിയിലും. കാര്യം പഴയ നിയമത്തോട് പരിശോധിക്കുമ്പോൾ, പഴയ നിയമകാലം വരെ പരിശോധിക്കുമ്പോൾ ബൈബിൾ നാളെ എന്ന് പറയും. അതാണ് ജോഷുവ 3:5 പറയണത്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിലെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളെ, അടുത്ത ഭാവിയിൽ ദൈവം നമ്മളെ ഭൗതികമായി ഉയർത്തും. അതാണ് പഴയ നിയമം നമുക്ക് നൽകുന്ന ശക്തമായ വെളിപാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യം കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി അപ്പായുടെ വരപ്രസാദം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിനും ദൈവത്തോട് സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദൈവത്തിൻ്റെ 2-ാം പുത്രൻ തമ്പുരാൻ തന്നെ ദാസനായ മണത്തോളം ഫിലിപ്പ് 2:7 പറയുന്ന പോലെ തന്നെ താഴ്ത്തിയപ്പോഴേ, പരിഹാരം ചെയ്തപ്പോഴേ കൃപയുടെ വർഷമുണ്ടായി. ലുക്കാ 23:43 നല്ല കള്ളൻ്റെ മാനസാന്തരം പറയുമ്പോഴും കർത്താവേ തെറ്റിപ്പോയി എന്ന്, നിൻ്റെ രാജ്യത്തിൽ നീ എഴുന്നള്ളുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിക്കുമ്പോഴും ഈശോ എന്താ പറയണത്? സക്കേവോസിനോട് 19:9 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു പറഞ്ഞ ഈശോ നല്ല കള്ളനോടും പറയും, എന്ത് പറയും? ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന്. അതായത് ഈശോയുടെ കാലം വന്നപ്പോഴേ കൃപ, അനുഗ്രഹം എല്ലാം കർത്താവ്
പഴയ നിയമത്തേക്കാൾ സ്പീഡായി. അത് വലിയൊരു സത്യമാണ്, വലിയൊരു തിരിച്ചറിവാണ്. എല്ലാ വിശ്വാസികളും ആ തിരിച്ചറിവ് ഉണ്ടാകണം. കാരണം അനുതാപത്തിന് ഈശോയുടെ നാമത്തിലാണ് അനുതാപം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് പകരക്കാരനായി പരിഹാരം ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്ക് അനുഗ്രഹം, വിടുതൽ നാളെ എന്നുള്ളത് ഇന്നായി മാറും. എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കൾക്കും ചിലപ്പോഴത് പരിശുദ്ധ അമ്മയുടെ സമയം വരുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സമയം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ യോഹന്നാന്റെ സുവിശേഷം 2:5 അവിടെ നാളെ വീഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിഞ്ഞു പോകും. കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിനും പിന്നെ ജ്ഞാനസ്ഥാനത്തിനും കല്യാണത്തിന് കൊടുക്കേണ്ട വീഞ്ഞ് ജ്ഞാനസ്ഥാനം കൊടുത്തത് എന്താ? നാളെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സഭ നൗ എന്ന് പറയണത്. വിശുദ്ധ പാരമ്പര്യമാണ് സഭയുടെ. എന്താ കാര്യം? അമ്മയ്ക്ക് ഇന്ന് നിൻ്റെ അനുഗ്രഹം ഇപ്പോഴ് ആക്കാൻ ഈശോ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ അമ്മയെ ആശ്രയിച്ചുള്ള പ്രാർത്ഥനകളിലൂടെ ഓരോരുത്തരും സാക്ഷ്യം പറയണത്. ഇപ്പോൾ നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. അതായത് അവരുടെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ല, അതുപോലെ വിസ എക്സ്പയർ ആകാൻ പോകുന്ന മണിക്കൂറുകൾ നിൽക്കുമ്പോഴേ അമ്മ സന്നിധാനത്ത് വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അമ്മ പെട്ടെന്ന് ഇടപെട്ടിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കണം, ഓൺ ടൈമിന് ഓൺ ലൈവിൽ അതേ സമയം തന്നെ അവർക്ക് അനുഗ്രഹം ലഭിക്കണത്. ഇതുപോലെ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അതനുസരിച്ച് ഒരു മനുഷ്യൻ പതറേണ്ട കാര്യമില്ല, ഒരു മനുഷ്യൻ തകരേണ്ട കാര്യമില്ല. തകരാതെ പതറാതെ നമുക്ക് കർത്താവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ പ്രവേശിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. യേശുവേ ആരാധന, യേശുവേ പ്രാർത്ഥനയുടെ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സന്തോഷത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥനാപൂർവം ഈ സാക്ഷ്യം കേൾക്കാം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ മേലുള്ള അധികാരത്തിൻ്റെ ഏറ്റവും പുതിയ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ അധികാരം എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ 11-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കൃത്യമായും വ്യക്തമായും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന് ലഭിച്ച ഏറ്റവും വലിയ ദർശനമാണത്. സ്വർഗത്തിൽ
ദേവാലയം കാണായി. ദേവാലയത്തിൽ വാഗ്ദാന പേടകവും. പഴയ നിയമത്തിൽ അപ്രസക്തമായി പോയ വാഗ്ദാന പേടകമാണ് കൈമോശം വന്നത്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ തന്നെ വാഗ്ദാന പേടകമെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കുകയും സഭ അത് വിശ്വസിക്കുകയും ചെയ്യാൻ. വെളിപാട് 11:19 പറയുമെന്ന് സ്വർഗം തുറന്നിരിക്കുന്ന ദേവാലയം കാണായി, ദേവാലയത്തിൽ വാഗ്ദാന പേടകവും. അടുത്ത വചനം എന്താ? സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അപ്പോൾ വാഗ്ദാന പേടകം ആരാ? പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തെ മധ്യസ്ഥമായിക്കൊണ്ട്, പരിശുദ്ധ അമ്മയെ മധ്യസ്ഥമായിക്കൊണ്ട് നമ്മൾ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി അമ്മ എന്താ നമ്മൾ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുക. കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് ഉടമ്പടി മലയിൽ വെച്ച് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞായിരുന്നു. ഉടമ്പടി മലയിൽ വെച്ച് അത് തന്നെയാണ് പരിശുദ്ധ അമ്മയിൽ വരുമ്പോൾ യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 4 പറയണതും ആ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിനെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് അവൻ പറയുന്ന പോലെ ചെയ്യുക. അപ്പം ദൈവം പറയുന്ന പോലെ ചെയ്യാൻ ഒരു ജനത വിശുദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ജനതയെ ദൈവം ശക്തീകരിക്കും. അതാണ് ബൈബിളിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 8:29 ഗദാര ദേശത്ത് വസിക്കുന്ന ഒരു പിശാച് ബാധിതൻ ഈശോനെ കണ്ടുമ്പോൾ എന്താ പറയണത്? കർത്താവേ, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര, സമയത്തിന് മുമ്പേ ഞങ്ങളെ പീഡിപ്പിക്കാൻ പുറത്താക്കാൻ നീ വന്നിരിക്കുകയാണോ? നീ ആരാണ്? ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പുത്രനാണ്. ഇപ്പോൾ ചില രോഗങ്ങളൊക്കെ സുഖപ്പെടുന്നതും അത് പിശാചി ബാധയായാൽ പോലും സ്വാഭാവികമായി സുഖപ്പെടാനും അതിനൊക്കെ ഒരു സമയമുണ്ടാകാം. പക്ഷേ കർത്താവ് ഇടപെടുമ്പോൾ സമയത്തിന് മുമ്പേ ആകാം. നിൻ്റെ കുടുംബത്തിന് സമാധാനം, നിൻ്റെ രോഗത്തിന് സൗഖ്യം, നിൻ്റെ കടങ്ങൾക്ക് പരിഹാരം, എല്ലാം, നിൻ്റെ മാനസാന്തരത്തിന് തടസ്സം, അതിനെല്ലാം ഒരു പക്ഷേ 5 കൊല്ലം കഴിഞ്ഞായിരിക്കാം സംഭവിക്കുന്നത്, 15 കൊല്ലം കഴിഞ്ഞായിരിക്കാം സംഭവിക്കുന്നത്. ഈശോ വിചാരിച്ച ഇന്നാകാം. സമയത്തിന് മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. ഈ അധികാരം തന്നെയാണ് ഈശോ. അമ്മ പറഞ്ഞു സമയമായില്ലല്ലോ എന്ന് ഈശോ പറയുമ്പോൾ അമ്മ ഒരു സമയം നിശ്ചയിക്കും. കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, അവരോടുള്ള കണ്ണീരിൻ്റെ കാലത്ത് അവിടെ ഒട്ടി നിൽക്കാനുള്ള ദൈവത്തിൻ്റെ മാതൃവാത്സല്യം കൊണ്ട്. പക്ഷേ ആ സമയം പിന്നെ ഈശോ ചേഞ്ച് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈശോയ്ക്കുണ്ടായിരുന്ന ആ സമയത്തിനുമുള്ള അധികാരം അമ്മയ്ക്കും ഈശോ കൽപ്പിച്ച് നൽകുകയാണ്. പക്ഷേ എല്ലാ സമയങ്ങളും കൽപ്പിച്ച് നൽകുമ്പോഴും എല്ലായിടത്തും വിശുദ്ധീകരണമുണ്ട്. വിശുദ്ധീകരണത്തിലെ കൽപ്പരണി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ മുമ്പിൽ വെക്കുന്നതെല്ലാം വിശുദ്ധീകരണത്തിൽ കൽപ്പരണിയാണ്. അപ്പോൾ സമയത്തിന് മേൽ നമുക്കും അമ്മ അധികാരം പ്രാപിക്കാൻ പറ്റും. സഭ അതാണ് പറയണത്. പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും, ഇപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ മരണസമയത്തും. എൻ്റെ സഹോദരങ്ങളെ, 19-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ ഞങ്ങളുടെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മരണസമയത്ത് കർത്താവിൻ്റെ കൂടെ നിന്നയാളാണ് അമ്മ. അപ്പോൾ തീർച്ചയായിട്ടും ഈശോ ആഗ്രഹിക്കണത് എൻ്റെ മരണസമയത്ത് എൻ്റെ കൂടെ നിന്ന അമ്മ, എൻ്റെ മക്കളുടെ മരണത്തിനേക്കാൾ വലിയ കാര്യം മനുഷ്യനുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, കടങ്ങളായാലും എൻ്റെ ചെറുതാണ്, അതിനേക്കാൾ ചെറുതാണ്. മാനസിക രോഗമായാലും അതിനേക്കാൾ ചെറുതാണ്. അപസ്മാര രോഗമായാലും അതിനേക്കാൾ ചെറുതാണ്. ജോലിയില്ലാത്ത അവസ്ഥയായാലും അതിനേക്കാൾ ചെറുതാണ്. മരണത്തേക്കാൾ ചെറുതാണ്. അപ്പം മരണത്തിൽ പോലും നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ആൾ, സമയത്തിന് അധികാരമുള്ള ആളോടാണ് ഈശോ പറഞ്ഞത്, ബിഹോൾഡ് യുവർ മദർ, ഇതാ നിൻ്റെ അമ്മ. അന്ന് മുതൽ ഈശോയുടെ അമ്മ നമ്മുടെ അമ്മ. നമ്മുടെ ദുഃഖം അമ്മയുടെ ദുഃഖം. അമ്മ കൂടെ ഉണ്ടാകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ആഗ്രഹിക്കുന്ന വലിയ സത്യമുണ്ട്, അമ്മ കൂടെ ഉണ്ടാകണമെന്ന്. കാനായിലായാലും കാൽവരിയിലായാലും അമ്മ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്ന പുസ്തകമാണ് യോഹന്നാൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നാണ് കത്തോലിക്കാ സഭ എല്ലാ ഊർജ്ജവും സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? അന്ന് മുതൽ അവളെ
സഭ കുടുംബത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് സഭയുടെ മുഖ്യ ലക്ഷ്യം, മുഖ്യ പ്രതിച്ഛായ എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രതിച്ഛായയാണ്. വചനത്തെ വേരൂന്നി വളർന്ന് ശിഷ്യന്മാർ രക്തസാക്ഷികളാക്കി യേശുവിന് ലോകത്തിന് കൊടുത്ത് നിത്യത വരെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ നമ്മുടെ സങ്കടങ്ങളെ, വിഷമതകളെ, ഭാരങ്ങളെ ഇപ്പോഴും നമുക്ക് സമയത്തിന് അധികാരമുള്ള അധികാരി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ ആരാധനയ്ക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിലൂടെ പരിശുദ്ധ അമ്മ വഴി, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ വഴി നമുക്കും ഈ ആശ്വാസം സമാധീതമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നല്ലവനായ യേശുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ സമയത്തിൻ്റെ മേൽ കർത്താവെ അധികാരമുള്ള ദൈവമേ, ഓ ദിവ്യകാരുണ്യമേ, ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുമിനും കർത്താവെ അവിടെ പല ആവലാദികളും വേവലാദികളും ഈശോയെ സമയം കടന്നുപോയെന്നാണ്. കല്യാണം ഇതുവരെ ഒത്തുവരാത്ത മക്കൾ കണ്ണീരോടെ ഈ ആരാധനയെ കർത്താവെ അങ്ങനെ ദിവസനെ പ്രാർത്ഥിക്കണം. അവിടെ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇതുവരെ മക്കളില്ലാത്ത മക്കൾ, ജീവിത പങ്കാളിക്കും അല്ലെങ്കിൽ അവർക്ക് ജനിതകമായ വൈകല്യങ്ങളുള്ളവരും കണ്ണുനീരോടെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവെ, സമയമായ ദീർഘമായ കർത്താവെ അവരുടെ യാതനകൾ പെരുകി വരികണേശേ. ഓ ദിവ്യകാരുണ്യമേ, അവരെല്ലാം ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ സങ്കീർത്തനം 89:11 പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് സങ്കീർത്തനം 81:11 പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആകാശം നിൻ്റെതാണ്, കർത്താവ് സമയം നിൻ്റെതാണ്, ഭൂമി നിൻ്റെതാണ്, സ്ഥലം നിൻ്റെതാണ്. കർത്താവെ ആ സ്ഥലത്തെയും സമയത്തെയും കർത്താവ് നിശ്ചയിക്കാൻ കർത്താവെ ഈശോയ്ക്ക് അധികാരമുണ്ടായിരുന്ന അധികാരം പരിശുദ്ധ അമ്മ കർത്താവെ അങ്ങ് മനുഷ്യൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ മേൽ കാനായിലെ കല്യാണത്തിൽ നിന്ന് പോലെ കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി നീ അനുഗ്രഹിക്കുന്ന അമ്മയെ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരാധന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോനോട് പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവനുള്ള മക്കൾ കർത്താവെ ഓരോരോ വിഷമതകളിൽ എക്സ്പയർ ആകാൻ പോകുന്നവരെ, എക്സ്പയർ ആയി കഴിഞ്ഞവരെ കർത്താവെ, ജോലിയില്ലാതെ കർത്താവ് വിദേശ രാജ്യങ്ങളെല്ലാം ഒളിച്ചു താമസിക്കുന്ന കർത്താവ്, പണി ചെയ്യാതിരിക്കുന്ന കർത്താവ്, എക്സിസ്റ്റടിച്ച് പോകുന്ന കർത്താവ്, ഈശോ എല്ലാം കർത്താവ് സ്ഥലം വിശ്വീകരണ കർത്താവ്, ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ കയറ്റത്തിൽ നിന്ന് എക്സിസ്റ്റടിച്ച് പോകുന്ന മക്കളുടെ കർത്താവ്, അവരെല്ലാം കർത്താവ് നിന്നെ കേൾപ്പിക്കുന്ന കർത്താവ്, അവർക്ക് സമാധാനത്തിന്റെയും സന്ധിപ്പിന്റെയും കർത്താവ് സ്ഥലം കർത്താവ് നീ ഈ നിമിഷം കർത്താവ് ആരാധിക്കുന്ന മക്കൾ കർത്താവ് ഇപ്പൊ നീ ക്രമീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, സ്ഥലത്തിന്റെ സമയം കർത്താവ് അധികാരമുള്ള അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോനോട് പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ കരുണ ജോലി ഇല്ലാത്ത കർത്താവ്, ജോലി കർത്താവ് എത്രയെല്ലാം ജോലിക്ക് വേണ്ടി നൈപുണ്യ പരീക്ഷകൾ കർത്താവ്, മത്സര പരീക്ഷകളെല്ലാം എഴുതി സംഘർഷം കയറി കർത്താവ് രോഗികളായ കർത്താവ്, ഇനി ജീവിതം ഉണ്ടോ എന്നറിയാതെ വളരെ വേദനിച്ച് കർത്താവ് ജീവിക്കുന്ന കർത്താവ്, ആരെ സഹായിക്കാനുള്ള കർത്താവ്, പള്ളിപ്പോലും പോകാൻ കർത്താവ് താല്പര്യമില്ലാതെ മനസ്സിടിഞ്ഞ് ശരീരം തളർന്ന് കർത്താവ് ഇരുട്ടുമുറികൾ കർത്താവ് ഒളിച്ചിരിക്കുന്ന മക്കൾ കർത്താവ്, എല്ലാത്തരം സമയം കർത്താവ് കഴിഞ്ഞുപോയ സമയങ്ങൾ കർത്താവ് ഈ മത്സര ലോകത്ത് കർത്താവ് പലതരത്തിൽ പിന്തള്ളപ്പെട്ടൊരു കർത്താവ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത് കലാവർക്കുന്നോട് കർത്താവ് ഞാൻ പിന്നിലായിപ്പോയി, എന്റെ കർത്താവിനെ ഉയർത്തിയെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഓ ആരാധനെ ഇപ്പൊ ഉയർത്തി പ്രതിഷ്ഠിക്കണമേ. ദൈവത്തിന്റെ കരുണയിൽ കർത്താവ് ഏജ് കടന്നുപോയൊരു കർത്താവ്, ഏജ് മാറിപ്പോയൊരു കർത്താവ്, ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മറ്റു പലത്തിലുള്ള എല്ലാ യോഗ്യതകൾക്ക് വേണ്ടി കർത്താവ് യോഗ്യത നഷ്ടപ്പെട്ടു പോയ കർത്താവ്, സമയത്തിന് അധികാരമുള്ള ദൈവമേ ഇപ്പൊ സ്പർശിക്കണമേ. പരിശുദ്ധമേ ഇപ്പൊ മധ്യസ്ഥം സ്പർശിക്കണമേ. ദൈവമേ സ്തുതിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ മക്കളും സ്തുതിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ,
എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ, സമയത്തിന് അധികാരം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ജീവിത ദുരിതങ്ങള്, ദോഷങ്ങള് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. മാറിപ്പോട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 യേശു നന്ദി കർത്താവേ. സ്വസ്ഥ യാസിരിയ സിരിയ റമി അറസിയ റസിയ റമി. യേശുവേ നന്ദി കർത്താവേ. സ്വസ്ഥം ജീസസ്. താങ്ക് യു ജീസസ്. ആരാധനയുടെ ഭക്തിപൂരം തല ശിരസ് നമിച്ച് കർത്താവിൻ്റെ അനുഗ്രഹവും ആരാധനയും ആശീർവാദം സ്വീകരിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ഇതാ കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കുക. തൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വർഷിക്കുകയാണ്. ആണിപ്പഴുതാർന്ന കരമുയർത്തി ഈശോ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും നമ്മുടെ മക്കളെയും ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവെന്ന നാമം അത്ഭുത നാമമാണ്, അനുഗ്രഹം ചൊരിയുന്ന നാമമാണ്, കൃപ വർഷിക്കുന്ന നാമമാണ്. കർത്താവേ, ഞങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു. വിശ്വാസത്തോടുകൂടി മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. വിശ്വസിക്കുന്ന കർത്താവേ, സുരക്ഷിത കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും